ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 44-ാം വാക്യം. മത്തായി 13:44. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യം. അത് ഒരു മനുഷ്യൻ കണ്ട് മറച്ചിട്ട് തൻ്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. 13-ാം അധ്യായം ആദ്യോടന്തം സ്വർഗരാജ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഉപമകളാണ് കർത്താവ് പറഞ്ഞുകൊണ്ടിരുന്നത്. വീട്ടിൽ വന്ന് ശിഷ്യന്മാരോടുകൂടെ ഇരിക്കുമ്പോൾ മുൻപ് പറഞ്ഞ ഉപമയുടെയൊക്കെ പൊരുൾ തിരിച്ചു കൊടുക്കുന്നുണ്ട്. അതിനെ തുടർന്നാണ് ഈ ഒരു ഭാഗം. അപ്പോൾ എന്തു വില കൊടുത്തും ദൈവരാജ്യം സ്വായത്തമാക്കാനുള്ള ഒരു ആഗ്രഹത്തെ, താല്പര്യത്തെ അല്ലെങ്കിൽ അതിൻ്റെ അത്യാവശ്യത്തെ കർത്താവ് പറയാൻ ശ്രമിക്കുന്നു. യേശു ലോകത്തിൽ കണ്ട നിധി എന്താണ്? അവൻ സഭയെ വിലയ്ക്ക് വാങ്ങി എന്നുള്ളതാണ് സത്യം. നിധി ഉണ്ടെന്ന് തിരിച്ചറിയുന്ന ഇടം വിലയ്ക്ക് വാങ്ങുന്ന മനുഷ്യൻ ഏറെ ബുദ്ധിയുള്ളവനാണ്. മറ്റുള്ളവർ അവൻ്റെ ഈ ഒരു കാര്യത്തെ അല്ലെങ്കിൽ മറ്റുള്ളതെല്ലാം വിറ്റ് ഈ നിലം വാങ്ങിയതിനെ പരിഹസിക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റു ഭാഗത്ത് പറയുന്നത് അവനെല്ലാം വിറ്റിട്ട് ഇത് വാങ്ങിയെന്നാണ്. ഒന്നിനും കൊള്ളില്ല എന്ന് മറ്റുള്ളവർ വിലയിരുത്തിയ കൃഷിക്ക് അനുയോജ്യമല്ലാത്ത ഇടം എന്തിനു വാങ്ങി എന്നത് വലിയൊരു ചോദ്യമാണ്. എന്നാൽ അതിലൊരു നിധി ഉണ്ടെന്ന് അവന് മാത്രമേ അറിയൂ. സ്വർഗരാജ്യം അങ്ങനെയാണ്. അപ്പോൾ ദൈവരാജ്യത്തിന് വേണ്ടി എന്തും ത്യജിക്കാൻ ഒരുക്കമുള്ളവരായിരിക്കണം എന്ന് കർത്താവ് പറയുന്നു. അവൻ്റെ സ്വത്തായിട്ട് അത് മാറ്റുന്നു. ഇപ്പോൾ കർത്താവ് സഭയെ തൻ്റെ ജീവൻ നൽകി വിലയ്ക്ക് വാങ്ങി എന്നതാണ് നമ്മൾ അറിയുന്ന വലിയൊരു സത്യം. ഈ ലോകത്തിൽ എപ്രകാരമാണ് ആദ്യം ഒളിച്ചു വയ്ക്കപ്പെട്ടത്? കർത്താവ് തൻ്റെ വാക്കനുസരിച്ച് നടക്കുമെങ്കിൽ, കർത്താവ് പറയുന്ന കാര്യങ്ങൾ കേട്ടനുസരിച്ച് നമ്മൾ അതുപോലെ ജീവിക്കുന്നുവെങ്കിൽ ഇസ്രായേൽ യഹോവയുടെ പ്രത്യേക സമ്പത്തായിരിക്കുമെന്ന് പുറപ്പാട് പുസ്തകം 19:5 കാണുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ സ്വന്തമായി മാറാൻ, സ്വന്തക്കാരായി മാറാൻ, ഇഷ്ടമുള്ളവരായി മാറാൻ ചില കാര്യങ്ങൾ ത്യജിക്കണമെന്നതാണ് ഈ ഉപദേശത്തിൻ്റെ അർത്ഥം. യഹോവ ഇസ്രായേലിനെ ഒളിച്ചു വച്ചിരിക്കുന്നതോ അഥവാ ജാതികളുടെ മധ്യത്തിൽ മിശ്രപ്പെട്ട് കിടക്കുന്നതായി കണ്ടിട്ടുണ്ട്. അവൻ അവരെ കണ്ടു, അവർക്ക് വേണ്ടി മരിച്ചു, അവൻ്റെ ഹൃദയം അവരുടെ മേലാണ്. അപ്പോൾ അവരെ കൈവശപ്പെടുത്തുവാൻ അവൻ ലോകത്തെ വിലയ്ക്ക് വാങ്ങി. ഈ നിധി എന്ന് പറയുന്നത് സുവിശേഷത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അസ്ഥിയിൽ മജ്ജയും മഞ്ഞിൽ മന്നയും കിണറിൽ വെള്ളവും എന്ന വണ്ണം അത് ഉൾക്കൊണ്ടിരിക്കുന്നു. 4 വശവും കെട്ടി അടയ്ക്കപ്പെട്ട തോട്ടത്തിലല്ല, തുറന്നു കിടക്കുന്ന വയലിലാണ്. കർത്താവ് വചനം കോട്ട് ചെയ്തുകൊണ്ട് പറയുമ്പോൾ ഇച്ഛിക്കുന്നവൻ ഏവനും വരട്ടെ, ഇത് സൗജന്യമായി കുടിക്കട്ടെ എന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ദൈവരാജ്യം അത്രമാത്രം വിലയേറിയതാണ്. അതിനെ അനുഭവിക്കാൻ, തിരിച്ചറിയാൻ, സ്വായത്തമാക്കാൻ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ ത്യജിക്കേണ്ടിയിരിക്കുന്നു. മറ്റുള്ളവരുടെ മുൻപാകെ ഒരു പക്ഷെങ്കിൽ അപഹാസ്യരാവാം, ബുദ്ധിശൂന്യരെന്ന വിളി കേൾക്കാം. എങ്കിലും ദൈവരാജ്യത്തിൻ്റെ അവകാശികളാകാൻ നമ്മളെ തന്നെ സമർപ്പിക്കുന്നുവെങ്കിൽ തീർച്ചയായും ബുദ്ധിയുള്ളവരുടെ കൂട്ടത്തിൽ കർത്താവ് നമ്മളെ എണ്ണും. നമ്മുടെ ജീവിതവും ജീവനും ആയുസ്സും കർത്താവ് തൻ്റെ രക്തം നൽകി വിലയ്ക്ക് വാങ്ങിയിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ദൈവരാജ്യത്തിൻ്റെ കണികയുണ്ട് എന്ന് തിരിച്ചറിയാൻ നമുക്കിടയാകട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ ദൈവമേ, പുതിയ ദിവസത്തിൻ്റെ പ്രഭാതം അതിൻ്റെ സാധ്യതകളോടുകൂടി ഞങ്ങൾക്ക് നൽകിയതിനായി ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ
ദൈവരാജ്യത്തിൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിൽപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. ഞങ്ങളുടെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഞങ്ങളുടെ മനസ്സുകൊണ്ടും ഞങ്ങളുടെ ഇടപെടലുകൾ കൊണ്ടും ദൈവരാജ്യത്തിൻ്റെ സ്വഭാവമുള്ളവരായിരിക്കാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.